രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പിടിച്ച സലീമിനെ സംബന്ധിച്ചിടത്തോളം നിയമം നമുക്കൊക്കെ അറിയുന്നതാണ്. അവര് റിമാൻഡ് ചെയ്തു വേണം, അത് കോടതിയിലെത്തണം. പക്ഷെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം, ആ കോടതിയിൽ അയാൾ നിരപരാധിയാണ് എന്ന് പറയേണ്ട ബാധ്യത ഇനി പോലീസിനുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് ജാമ്യം ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്തം പോലീസ് ഏറ്റെടുക്കണമെന്ന സമ്മതം കൂടി കമ്മീഷനിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ അടിയന്തരാവസ്ഥ പോലെ ഈ മർക്കസിനെതിരെ സമരം ചെയ്യാൻ പാടില്ല എന്ന ധാർഷ്ട്യം ഇനി ഉണ്ടാകില്ല. നാളെ സർവകക്ഷി യോഗം ചേരുകയാണ്. വൈകുന്നേരത്തോടുകൂടി തീരുമാനം വന്നാൽ ഞങ്ങളുടെ സമരം ഇവിടെ അതേ സ്ഥലത്ത് തുടരാനുണ്ട്. ഇവർക്ക് നീതി കിട്ടുന്നതുവരെ ഈ സമരം ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നിയമപരമായി ഈ മർക്കസിനെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ളത് ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് നിങ്ങൾ വിട്ടുതരിക എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നു. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അടക്കേണ്ടടുത്ത് അടച്ചിടാൻ ഉള്ള ആഗ്രഹം. അകത്ത് കിടക്കേണ്ടവർ പുറത്തും, പുറത്ത് നിൽക്കേണ്ടവരകത്തുമെന്ന സാഹചര്യം മാറി അകത്ത് കിടക്കേണ്ടവർ തന്നെ അകത്തും, പുറത്ത് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി നിൽക്കേണ്ടവർ പുറത്തുമുണ്ടാകും വരുന്ന ദിവസങ്ങളിൽ എന്നും കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. നീതി കിട്ടുന്നതുവരെ ഇനി മുഖ്യമന്ത്രിയുടെ അടുത്തും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തുമൊക്കെ ഞങ്ങൾ ഈ വിഷയവുമായി ചർച്ച ചെയ്ത് നീതി കിട്ടുന്നതുവരെ സമര രണാങ്കണത്തിലുണ്ടാകും എന്ന ഉറപ്പിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ സഹപ്രവർത്തകന് വേണ്ടി നിങ്ങൾ എന്തറ്റം വരെ പോകാനും തയ്യാറാണ് എന്ന നിങ്ങളുടെ ആർജവത്തിന്റെ മുന്നിൽ ഞങ്ങളൊക്കെ കേവലം നിഷ്പ്രഭരായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ കൂടെ നിൽക്കുക എന്ന ജോലി മാത്രമേ ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അത് ഞങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വിനിയോഗിക്കുന്നു. നമ്മൾ അവസാനിപ്പിച്ച് സമാധാനപരമായി എല്ലാവരും